നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി കൺസൾട്ടൻറ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 വീഡിയോകളിൽ ശ്രീ അലക്സ് എന്നോടുകൂടെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഞാൻ മുൻ ചികിത്സിച്ച രോഗികളിൽ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ, അതായത് 40 വർഷത്തിൽ, ഏതാണ്ട് 40 വർഷത്തിന് മുൻപാണ് ഞാൻ അലക്സിനെ ഈ രോഗത്തിൽ ചികിത്സിക്കുന്നത്. ആസ്മയ്ക്ക് സമ്പൂർണ്ണ ക്യൂറ് കിട്ടി. ഇന്ന് ഏതുതരം ഫുഡ് വേണമെങ്കിലും അലക്സ് റിവേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് ഞാനിന്ന് പറയുന്നത് അതെടുക്കാം. കാരണം അലക്സ് എല്ലാ ദിവസവും 1.5 മണിക്കൂർ യോഗ ചെയ്യും. അതാണ് അലക്സിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അതുകൂടാതെ പ്രകൃതിയുമായിട്ട് ചേർന്ന് പല ജോലികളും അലക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ സംയോജിത ചികിത്സ, അതായത് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, പ്രകൃതി ചികിത്സ, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു യോഗ, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു ചികിത്സയാണ് ഞാൻ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു കൊണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് ശ്രീ അലക്സ്. അലക്സിൻ്റെ അനുഭവങ്ങളും കൂടെ, അലക്സും യോഗ തെറാപ്പി എന്ന് പറയുന്ന ഒരു ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് യോഗയിൽ കൂടി ചികിത്സയിൽ യോഗയുടെ ആപ്ലിക്കേഷൻ, അങ്ങനെ ധാരാളം രോഗികളെ അലക്സിനും പരിചയമുണ്ട്. അപ്പോൾ ഈ സംയോജിത ചികിത്സ അലക്സിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ് അലക്സിന് ഫീൽ ചെയ്തത് എന്ന് ഞാൻ ഇപ്പോൾ അലക്സിൽ നിന്ന് ചോദിക്കുകയാണ്. അതിനുള്ള അലക്സിൻ്റെ മറുപടി എന്താണ്? സംയോജിത ചികിത്സയുടെ പ്രസക്തി. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ച് നമ്മൾ വേണ്ട ചികിത്സാ രീതി ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്, സംയോജിത. കാരണം ഞാൻ ഈ ആസ്മയ്ക്ക് വേണ്ടി തന്നെ എത്ര സിസ്റ്റം ചെയ്തു. ആദ്യം അലോപ്പതി തുടങ്ങി, അതിന് ഹോമിയോ ചെയ്തിട്ടുണ്ട്, ആയുർവേദം ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തൽക്കാലത്തേക്കൊരു ഇത് വരുമെന്നല്ലാതെ എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും അസുഖം വരുന്നില്ല എന്നല്ലാതെ ഇതൊരു നമ്മൾ ഫ്രീ ആകുന്ന ഒരവസ്ഥ അവിടുന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ ഇൻ്റഗ്രേറ്റർ അപ്ലൈ ചെയ്തപ്പോഴാണ് ശരിക്കും അസുഖം മാറി എന്നുള്ള കോൺഫിഡൻസ് നമുക്ക്. അതിൻ്റെ മെയിൻ ഒരു കാരണം നമ്മുടെ യോഗയിലെ ബ്രീത്തിങ് ചെയ്തപ്പോഴാണ് ആ കോൺഫിഡൻസ് തന്നെ വരുന്നത് ഉള്ളിൽ, ഇത് മാറ്റാം എന്നുള്ള തോന്നൽ വരുന്നത്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ രോഗിക്ക് തന്നെ ആദ്യം പോകണമല്ലോ, രോഗം മാറുമെന്നോ അല്ലെ മാറിയെന്നോ തോന്നലുള്ളിൽ വരാതെ എന്നാ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അത് സംഭവിച്ചാൽ ശരിക്കും ആദ്യത്തെ ആ ബ്രീതിങ് പ്രാക്ടീസുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേഷനിൽ കൂടിയല്ലേ അലക്സിന് ആദ്യകാലത്ത് എനിക്ക് ഹോമിയോപ്പതി ഇല്ലായിരുന്നു. ഇല്ല, ആദ്യകാലം ചെറിയ അലോപ്പതി മാത്രമേ ഉള്ളൂ. ഭക്ഷണമായിരുന്നു പ്രധാന ഭക്ഷണമായിരുന്നു, വേറെ ടെക്നിക്ക് ഒന്നും വന്നില്ല അന്ന്. ഭക്ഷണത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്നാണ് ഭക്ഷണത്തിൻ്റെ കൺട്രോളും പിന്നെ ലൈഫ് സ്റ്റൈൽ കൺട്രോളും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭക്ഷണമല്ലേ മരുന്ന്, അതെ മരുന്നല്ലേ ഭക്ഷണം. ഭക്ഷണത്തിൻ്റെ നിയന്ത്രണവും പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തു നമ്മൾ. അതായത് ആവശ്യമില്ല ഉറക്കളയ്ക്കുക, അല്ലെങ്കിൽ തണുത്ത രാത്രി ആയിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെ രാവിലെ ഉള്ള റൂട്ടീൻസ്, ഇതെല്ലാം ഒത്തിരി ചേഞ്ചസ് നമ്മൾ വരും. ഏത് ചികിത്സാ രീതി അവലംബിച്ചാലും ഞാൻ അന്നും പറയുന്ന മെയിൻ കാര്യം ഭക്ഷണത്തിനെ പറ്റിയുള്ള അറിവാണ്. ഇന്നും ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ MD ജനറൽ മെഡിസിൻ എടുത്ത ആളാണ് ഞാൻ. ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലും ഓരോ രോഗത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് ആസ്മ അലർജിയിൽ എന്താണ് ഭക്ഷണത്തിന് പ്രാധാന്യം ഇന്ന് വരെ ഒരു മെൻഷനുമില്ല. എന്നും ഇൻഫെക്ഷൻ ചികിത്സയാണ്. കഫം എവിടുന്ന് വരുന്നു, ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്നാണ് കഫം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിവരങ്ങളും ഇന്നും ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല. ദുഃഖകരമായ ഒരു സത്യമാണ്. ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും ഈ കഫം സംബന്ധിച്ചുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസോ ന്യൂമോണിയ ഒന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ, ആസ്മയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഏറ്റവും അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗ അലർജി എല്ലാം കൂടെ കൂട്ടി 3 ലക്ഷം രോഗികളെ കഴിഞ്ഞ 40 വർഷത്തിൽ ഞാൻ ചികിത്സിച്ച് ഒട്ടുമിക്ക എന്നോട് സഹകരിച്ചവരെല്ലാം ക്യൂറായിട്ടുണ്ട്. ആ കിട്ടിയ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഭക്ഷണരീതി ഇല്ലാതെ ഒരിക്കലും ഇതിനകത്ത് രക്ഷ. അതുകൊണ്ടാണ് ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞാൽ ഞാൻ നിർത്താതെ സംസാരിക്കുന്നത്. കാരണം ഇതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് മുൻ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ മുൻ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അത് കഴിഞ്ഞാൽ ഉള്ള പ്രാധാന്യം അലക്സ് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസാണ്. എപ്പോൾ കുളിക്കണമെന്ന് പോലും ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അലർജി രോഗമുള്ളവർ രാത്രിയിൽ തല കുളിക്കരുത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുതലുള്ളത് രാത്രി തല കുളിച്ച് കഴിഞ്ഞാൽ ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ടിലേക്ക് ഇത് പോകും.
അതുകൊണ്ട് തല കുളിക്കുന്നവർ ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കണം. ഉച്ച കഴിഞ്ഞ് ദേഹം കഴുകാം, എന്നിട്ട് തോർത്ത് പിഴിഞ്ഞിട്ട് നിങ്ങൾ തല തുടച്ചെടുക്കുക. സ്ത്രീകളോട് പോലെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവർ ഓഫീസിൽ പോകുന്നവർക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം തല കുളിച്ചാൽ മതി. അതാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. പിന്നീട് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാന ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ ചിലർ വെളിച്ചെണ്ണയൊക്കെ വാരിക്കോരി പറ്റും, അല്ലെങ്കിൽ ഹെയർ ഫോളിനുള്ള എണ്ണ പറ്റും, അതൊക്കെ അവർക്ക് ദൂഷ്യമാണ്. ഹെയർ ഫോളിനുള്ള എണ്ണ കൂടുതൽ തണുപ്പുള്ള എണ്ണകളാണ്, അത് കൂടുതലും കഫക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ അലസിനറിയാമല്ലോ, ഇപ്പോൾ നെഞ്ചിലെ തുണി നനച്ച് ചുറ്റുന്ന, വയറെ തുണി നനച്ചിടുന്നത്, കഴുത്തില് തൊണ്ടവേദനയുള്ളവർക്ക് ചുറ്റുന്നത്, ഇതെല്ലാം എത്രയോ പ്രയോജനം കിട്ടുന്നുള്ള അലസിന് ആ കുടൽ സംബന്ധമായ വയറിൽ അതിന്റെ അതായത് സൗദി വെച്ച് അതുണ്ടായത്. കാരണം ഫുഡ് കഴിച്ചാൽ ആ സെക്കൻഡ് വേദന തുടങ്ങും, സിവിയർ പെയിൻ. അതായത് നമ്മുടെ ചെസ്റ്റ് സ്റ്റേർണത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ പെയിൻ വരുന്നത്, എക്സ്ട്രീം പെയിനാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള മൂഡ് പോയി, അതോടെ അത് കുറഞ്ഞു. പിന്നെ കഴിക്കാതെയായി, 1 മാസത്തോളം ഫുഡ് കഴിക്കാമായിരുന്നു, ലിക്വിഡ് മാത്രമേ. ആ, അങ്ങനെ ഞാൻ തിരിച്ച് പോരാൻ കാരണം അതാണ്, സൗദി ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതും ഇത് കഴിഞ്ഞപ്പോൾ ഈ സെയിം വെറ്റ് പാക്കും ഈ ഡയറ്റും കൊണ്ട് തന്നെ മാറി. അത് സംയോജിത ചികിത്സയിൽ കൂടെ മാത്രമേ ഏത് പഴകിയ രോഗങ്ങളും മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം നമ്മളിവിടെ വിഷയം ആസ്മയാണെങ്കിൽ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്. ഇപ്പം ഞാൻ തന്നെ ഒരു പുതിയ സെക്ഷൻ പറയുന്നതിന് അലർജിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതുപോലെ ധാരാളം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്ഥിരം കഫക്കെട്ട് വരുന്നവർക്ക് മുട്ട് തേയ്മാനം എന്ന് പറഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ പെടലിയുടെ വേദന, നട്ടലിൻ്റെ വേദന, അതെല്ലാം ഈ കഫക്കെട്ടുമായിട്ട് റിലേറ്റഡാണ്, വളരെ ധാരാളം കേസുകൾ എനിക്ക് കാണുന്നു. ഇവിടെയെല്ലാം ഈ സംയോജിത ചികിത്സ, ഡയറ്റ് ബേസ് ആയിട്ടുള്ള സംയോജിത ചികിത്സ കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ ആയുർവേദത്തിലെ ചില തലയിൽ വെക്കാനുള്ള എണ്ണ ഒരു വൈദ്യരെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് നല്ല റിസൾട്ട്. പെട്ടെന്ന് കൂടുതൽ തുമ്മലുള്ളവർക്ക് രാവിലെ 5-8 തുള്ളി അത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെ നല്ല വശങ്ങൾ നമ്മൾ എടുക്കുന്നു. അതുപോലെ ഹോമിയോപ്പതി നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഹോമിയോപ്പതിക്കുള്ളൊരു ഗുണം, ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കണ്ടത്, അലോപ്പതി, ആയുർവേദ, ഇതിലൊക്കെ മെറ്റീരിയൽ ഡോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും അലർജി എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ഡിസീസാണ്. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽ ഡോസ് എപ്പോഴും റിയാക്ട് ചെയ്യും. അപ്പോൾ ആയുർവേദിക് മെഡിസിൻ കഴിച്ചാൽ പോലും ധാരാളം റിയാക്ഷൻസ് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ടോ? അതിന് അതുകൊണ്ടാണ് ഒരു എനർജി മാത്രമേ അല്ല ഇതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ എനർജി മെഡിസിൻ കൂടുതലായിട്ട് ഇതിനകത്ത്. കാരണം വളരെ സെൻസിറ്റീവ് അല്ലേ അലർജിക് പേഷ്യൻസ്, ചെറിയ മെറ്റീരിയൽ ഡോസിനോടും അവരത് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് സംയോജിത ചികിത്സ മാത്രമാണ് ആസ്മ അല്ലെങ്കിൽ അലർജി, അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസിനെല്ലാം ഏക സൊല്യൂഷൻ. അത് കഴിഞ്ഞ 40 വർഷത്തിൻ്റെ ഗവേഷണത്തിൽ കണ്ടാണ്. കാരണം ഞാൻ ഇന്ന് വളരെ ഉറക്കെ സംസാരിക്കാറുണ്ട്. എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളോടും എനിക്ക് ഇഷ്ടമാണ്, ഒന്നിനോടും എനിക്ക് വിരോധമില്ല. മോഡേൺ മെഡിസിൻ MD എടുത്തിട്ട് ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തിൽ ഞാൻ പറയാം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഒരു രോഗി വരുമ്പോൾ രോഗം മാറ്റുക മാത്രമല്ല, അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊടുക്കുക ആണോ? ഇപ്പം അലക്ഷൻ ആരോഗ്യമില്ലെങ്കിൽ അലക്ഷൻ ഒരിക്കലും രോഗലക്ഷണം, പക്ഷേ എനിക്ക് പൊങ്ങാൻ മേലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആ സ്റ്റേജിൽ ഇന്ന് എല്ലാവരും ജീവിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തി സംയോജിത ചികിത്സയിൽ കൂടെ മാത്രമേ, അതായത് ക്യൂർ വന്നു കഴിഞ്ഞാൽ യോഗയും കൂടെ റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് വരണം. അതന്നെ ഹെൽത്തി ലൈഫിലേക്ക് മടങ്ങണം. എൻ്റെ അടുത്ത് പേഷ്യൻസ് എല്ലാവരും എന്നോട് ചോദിക്കുന്ന, എൻ്റെ ഏജും സീനിയോറിറ്റിയൊക്കെ അവർക്കറിയാം, ഡോക്ടർ എങ്ങനെ ഇത്ര ആരോഗ്യമായിട്ടിരിക്കുന്നുള്ള എല്ലാവരും ചോദിക്കുന്നു. ഞാൻ പറയും ഇതൊരു ജീവിതത്തിലെ ചിട്ടകളാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഡെയിലി യോഗ മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിലാണ് ഏറ്റവും നമ്മൾ നിഷ്കർഷയുള്ളത്. കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായി ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. ഉച്ചയ്ക്ക് 2 അല്ല 2:30 കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ഫുഡും ഇല്ല. അത് പാലിക്കുന്നതുകൊണ്ട് അല്പം പോലും ഗുണവരില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മൾ ജീവിതം ആസ്വദിക്കുന്നു. എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് ചെയ്യുന്നു, മസ്കുലർ എക്സസൈസ് ചെയ്യുന്നു. ഈയിടെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കൂടെ കാണുവാനിടയായി. അതായത് 90 വയസ്സുള്ളൊരു മനുഷ്യൻ യൂറോപ്പിൽ, അങ്ങേര് സ്വിമ്മിംഗ് ബോഡിയിൽ നിന്ന് നേരെ ചാടുന്നു, ഡൈവ് ചെയ്യുന്നു, അങ്ങേര് ജിമ്മിൽ പോകുന്നു, പിന്നെ അത് ഷട്ടിൽ കളിക്കുന്നു, എല്ലാം. ഇതിന് പുള്ളി ഫിറ്റ്നസ്സും ചെയ്യുന്നു, പുള്ളി മസില് പെരുപ്പിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷനാണ് ആ ഏജിൽ നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ യോഗയും ഇതും ചെയ്താലുള്ള ഗുണം, വരാനുള്ള പല രോഗങ്ങളും നമുക്ക് തടയുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വെറ്റ് പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ അടുത്ത കാലത്ത് ചില പരീക്ഷണങ്ങൾ ഞാൻ നടത്തി. ഈ നെഞ്ചിലും വയറിലും കൂടെ ഒരു തുണി നനച്ചിട്ടിട്ട്
ഇടുക. പകുതി വെള്ളം പിഴിഞ്ഞിട്ട് ഇടുക. പച്ചവെള്ളത്തിലോ ചെറിയ ചൂടുവെള്ളത്തിലാകാം. പ്രായമുള്ളവർക്കാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം പറയും. അതിൻ്റെ പുറത്തൊരു ഉണങ്ങിയ ടർക്കി ടവലും കൂടി ഇട്ടുകൊണ്ടാണ്ട് 1 മണിക്കൂർ എല്ലാ ദിവസവും കിടന്നാൽ അവർക്ക് പിന്നെ BP ഉള്ളവർക്ക് വളരെയധികം BP കുറയുന്നുണ്ട്. ഒത്തിരി പേരുടെ BP നോർമൽ ആകുന്നുണ്ട്, ഒത്തിരി പേരുടെ. അതുപോലെ തന്നെ ഹിബാത്ത് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, ഹിബാത്ത്, ഈ പ്രോസ്റ്റേറ്റ് രോഗം, കിഡ്നി രോഗം, ഇതുള്ളവർക്ക് അത് പോകാനും ഈ രോഗങ്ങൾ വരാതിരിക്കാനും കഴിഞ്ഞ 35 വർഷമായിട്ട് ശരാശരി ഒരാഴ്ച 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹിബാത്ത് ചെയ്യുന്നതാണ് ഞാൻ. എന്തൊരു സുഖമാണെന്നറിയാം. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഇവിടെ എടുത്തു പറയണം. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം UN എക്കണോമിക് അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിന് മൂത്രം പോകുന്നതിന് ചെറിയ തടസ്സവും പറഞ്ഞപ്പോൾ ഈ ഒരു ഹിബാത്ത് ടബ് ഞാൻ തന്നെയാണത് എറണാകുളത്ത് നിന്ന് അറേഞ്ച് ചെയ്തത്. മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് കൊടുത്തതിന് ശേഷം റെഗുലറായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ ഇരിക്കുന്നു. എന്നോട് കഴിഞ്ഞ ദിവസം അതിനെ പുള്ളി വിളിച്ച ഇപ്പോൾ ഒരു 6 മാസമായി അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് വാക്കുകളില്ല ഇതിൻ്റെ പ്രയോജനം വിവരിക്കാനാണ് പറഞ്ഞത്. ഒരു ദിവസം പോലും അദ്ദേഹം ചെയ്യാതിരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭാര്യയ്ക്കും പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. ഇത് ചെയ്ത് പിന്നെ 50% ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ചെറിയ ചില കാര്യങ്ങൾ കൂടി അത് പ്രകൃതി ചികിത്സയിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാ ചികിത്സകളിലെയും നല്ല വശങ്ങൾ കോർത്തിണക്കി ഒരു സംയോജിത ചികിത്സ ഡെവലപ്പ് ചെയ്തതിൻ്റെ അതിന് സന്തോഷം എനിക്ക് വിവരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഇതിനെപ്പറ്റി ട്രെയിനിങ് കൊടുക്കണം. ഈ അടുത്ത കാലത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഒരു പത്രങ്ങളിലെല്ലാം ഒരു വാർത്ത വന്നു. അതായത് യോഗ, പ്രത്യേകിച്ച് അലോപ്പതി, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ തന്നെ അംഗീകരിച്ചു അലോപ്പതിക് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയാണ്. 6 മാസത്തെ, ചിലപ്പോൾ അവർക്ക് എക്സാം കൂടെ കാണും ഈ അടുത്ത ബാച്ച് മുതൽ. നല്ലൊരു, കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ യോഗ, അതിന് എത്രയോ ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിപ്പോഴെങ്കിലും ഇവർക്ക് സൽബുദ്ധി തോന്നി ഈ കോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുറേ പേരുടെ മനസ്സിനെങ്കിലും മാറ്റം കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറേ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞ് രോഗിയുടെ രോഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുറേ പേരുകൾ പറഞ്ഞിട്ടല്ലല്ലോ രോഗിക്ക് ആശ്വാസം കിട്ടുന്നില്ല. ഉണ്ടോ? അവർക്ക് രോഗലക്ഷണങ്ങളിൽ നിന്നുള്ള മോചനം, സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള തിരിച്ചുവരവ്, മരുന്നുകളിൽ നിന്ന് മോചനം കിട്ടണം, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ സംയോജിത ചികിത്സയിൽ കൂടെ നമ്മൾ സാധിച്ചു കൊടുക്കുന്നത്. എൻ്റെ ചികിത്സ എടുക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോ ഒന്നും ഭക്ഷണത്തെ പറ്റിയോ മറ്റിലേക്ക് പറയാതെ? ഞാൻ പറഞ്ഞ ചിലപ്പോൾ അവർക്ക് അതിനെ പറ്റി അറിവില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലേ മറ്റുള്ള സിസ്റ്റങ്ങളെ ഇതിനോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇവരുടെ സിസ്റ്റം ഡൈല്യൂട്ട് ചെയ്തു പോകും. ആറ്റിറ്റ്യൂഡാണ് അത്. മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ നന്മ നമ്മൾ ചിന്തിച്ചാൽ നമ്മളിതൊക്കെ പഠിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് മാത്രമേ ഒക്കുകയുള്ളൂ. ഈ ടോക്ക്, ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതിൽ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ വിടാൻ പോകുന്ന എപ്പിസോഡുകളെ പറ്റി നിങ്ങൾക്ക് മുൻ അറിവ് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.